നമ്മളിപ്പോൾ വീട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ കറണ്ട് ചാർജ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കറണ്ട് ചാർജ് പൂജ്യമാകുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അത് ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? സോളാറാണ്. ഇന്ത്യയിലെ നമ്പർ 1 സോളാർ കമ്പനിയുടെ ഓഫീസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ടാറ്റ പവർ സോളാർ. എന്താണ് ടാറ്റ പവർ സോളാറിൻ്റെ പ്രത്യേകതകൾ, എന്തിനാ അത് ഉപയോഗിക്കണം, അത് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് ഗുണമുള്ളത്, എത്ര വർഷം വാറണ്ടി കിട്ടും എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ ടാറ്റയുടെ ഓതറൈസ്ഡ് പാർട്ട്ണർ കൂടിയായ ബിജു സാറാണ്. അതെ, താങ്ക് യു. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആക്ച്വലി നമ്മൾ ടാറ്റയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിലൊരു പരസ്യമോ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള വ്യവസായ മേഖലയിൽ എല്ലാത്തിലും കൈവച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ടാറ്റ സോളാർ, ടാറ്റ പവർ സോളാർ, അങ്ങനെയാണല്ലോ നമ്മളിതിനെ പറയുന്നത്. അതെ. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. ഈ എന്താ പറയുക, സോളാറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ടാറ്റയ്ക്കും സോളാർ പവർ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു റിലയബിലിറ്റി, ക്വാളിറ്റി എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നതിനെക്കുറിച്ചൊന്ന് പറയാം. ടാറ്റ പവർ സോളാർ 1991 ഒരു 30 വാട്ട്സിൻ്റെ പാനൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 95 കേരളത്തിലേക്ക് വരുന്നത്. 95 മുതൽ ഞങ്ങൾ സ്ഥാപിച്ചുള്ള ടാറ്റ പവർ സോളാർ സ്ഥാപിച്ചുള്ള പ്ലാന്റുകളും സോളാർ സിസ്റ്റംസുകളും ഇന്നും കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് 25 വർഷം വാറണ്ടി പറയുന്നതിൽ 25 വർഷം കഴിഞ്ഞിട്ടുള്ള യൂണിറ്റുകൾ ഒന്ന് എനിക്ക് തോന്നുന്നു ടാറ്റയാണ്. ഒന്നെന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും മറ്റൊരു കമ്പനികൾക്ക് കഷ്ടപ്പെടാൻ പറ്റില്ല. കഴിഞ്ഞ 33 വർഷമായിട്ട് നമ്മൾ 91 സ്ഥാപിച്ച സോളാർ സിസ്റ്റം പോലും ഇന്നും കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ യൂസ്. അടിപൊളി. അതുപോലെ തന്നെ അന്ന് നമ്മൾ ആരംഭിച്ച സോളാർ പ്ലാന്റുകൾക്ക് ഇന്ന് ബാംഗ്ലൂരിൽ നമുക്ക് സോളാർ പ്ലാന്റ് ഉണ്ട്. തിരുനെൽവേലിയിൽ സ്വന്തമായിട്ട് സോളാർ പ്ലാന്റ് ഉണ്ട്. ശരി. തിരുനെൽവേലിയിലെ പ്ലാന്റ് ഫുള്ളി റോബോട്ടിക് സിസ്റ്റത്തിലാണ്. അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തു വരുന്ന സോളാർ പാനലുകൾ 3 തവണയിലേറെ IEC ടെസ്റ്റിംഗ് അടക്കം നടത്തിയുള്ള പാനലുകളാണ് നമ്മൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്നത്. അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മൾ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് 4.9 ഗിഗാവാട്ടാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ടാറ്റ പവറിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ മാനുഫാക്ചറിങ് പ്ലാന്റാണ്. സെൽസും പാനലും അടക്കം ടാറ്റ ഡയറക്റ്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. മാനുഫാക്ചറിംഗ് പ്ലാന്റ് കാര്യം നമ്മൾ മുന്നേ പറഞ്ഞു. തീർച്ചയായിട്ടും. ഇനി എല്ലാവർക്കും അറിയുന്ന എല്ലാ കസ്റ്റമേഴ്സും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്, അങ്ങനെ പല സൊല്യൂഷൻസ് ഉണ്ടല്ലോ. നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസാണ് ഉള്ളത്? ഇത് മൂന്നും ടാറ്റ പവർ സോളാർ ഓൺ ഗ്രിഡ് ഉണ്ട്, ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട്, ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. അതിൽ 3 വ്യത്യസ്തമായ രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. ശരി. പിന്നെ ഫർദർ മെയിൻ്റനൻസ് ഒന്നും വളരെ കുറവാണ്. പിന്നെ നമുക്കൊരു എന്താ പറയുക, ബാറ്ററി സ്റ്റോറേജ് സംവിധാനം വേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ KSEB ഒരു സ്റ്റോറേജ് സ്പേസായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ബുദ്ധിമുട്ട്, അതായത് ബാറ്ററി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. തിരിച്ച് നമ്മൾ ഹൈബ്രിഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഓഫ് ഗ്രിഡിലേക്ക് പോവുകയാണെങ്കിൽ ഓഫ് ഗ്രിഡിൽ ബാറ്ററി സിസ്റ്റം വേണം. അപ്പോൾ നിങ്ങളൊരു 5 അല്ലെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ ബാറ്ററി മൊത്തം റീപ്ലേസ് ചെയ്യും. ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കും, നമുക്ക് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരും. പിന്നെ ബാറ്ററി നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ എല്ലായിടത്തും അങ്ങനെ എല്ലാവരും ചെയ്യുന്നില്ല. ആ വേണ്ട സാഹചര്യങ്ങളനുസരിച്ച്, ചില പ്രത്യേക സ്ഥലങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ആവശ്യകത അനുസരിച്ച് മാത്രമാണ് ഈ പറയുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റം വരിക. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഹൈബ്രിഡ് ഒരേ സമയം തന്നെ ഓൺ ഗ്രിഡായിട്ടും അതേ സമയം തന്നെ ഹൈബ്രിഡായിട്ടും വർക്ക് ചെയ്യാം, ഓഫ് ഗ്രിഡായിട്ടും വർക്ക് ചെയ്യും. ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതെ. നമുക്കിപ്പം ഇത് കൊമേഴ്സ്യലിലും ഡൊമസ്റ്റിക് പർപ്പസിലുണ്ട്, കൊമേഴ്സ്യൽ പർപ്പസ്, ഇൻഡസ്ട്രിയൽ പർപ്പസിൽ പോലും ടാറ്റ പറയുന്നുണ്ട്. ഇപ്പം ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ ഉള്ള വ്യവസായ സ്ഥാപനത്തേക്ക് 100 കിലോവാട്ട് വേണം, ഹൈബ്രിഡ് സിസ്റ്റം വേണമെന്ന് പറഞ്ഞാൽ 100 കിലോവാട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ടാറ്റയ്ക്കുണ്ട്. ടാറ്റയ്ക്ക് ടെക്നോളജി ഉണ്ട്, ടാറ്റ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഹൈബ്രിഡ് ബാറ്ററി കൂടുതൽ അങ്ങനെ ആൾക്കാർ അതിനെ ഇപ്പോൾ സെർച്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി ഏതാ? അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലിത്തിയം ഫെറോസ് ഫോസ്ഫേറ്റ് അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് 8 വർഷം വരെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 8 കൊല്ലം വാറണ്ടി, 8 വർഷം വാറണ്ടി ഉണ്ട്. സോളാറിൽ ഇപ്പോൾ ഉള്ള മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ സബ്സിഡിയുടെ കാര്യം ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം.
സബ്സിഡി നമുക്കിതിൽ അവൈലബിൾ ആണ്? തീർച്ചയായിട്ടും നമുക്ക് പിന്നെ 78,000 രൂപ വരെയാണ് ഇതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൂര്യഘർ പദ്ധതി അനുസരിച്ച് 1 കോടി വീടുകൾക്കാണ് ഇപ്പോൾ സോളാർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ രീതിയിലുള്ള കേരളത്തിലെ സോളാർ ഇൻസ്റ്റലേഷൻ വളരെ വലിയ രീതിയിൽ നടക്കുന്നു. ഈ വർഷം തന്നെ ഏകദേശം നമ്മൾ ഒരു 1.5 ലക്ഷം പ്ലാനുകളാണ് KSEB പ്ലാൻ ചെയ്യുന്നത്, അനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കസ്റ്റമേഴ്സിനും അപ് ടു 78,000 വരെ സബ്സിഡി ലഭിക്കും. ഇത്ര കിലോവാട്ട് അനുസരിച്ചാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. എങ്കിലും 3 കിലോവാട്ട് ചെയ്യുന്ന ഒരാളിന് 78,000 രൂപ, 3 കിലോവാട്ട് മുതൽ അപ് ടു 10 കിലോവാട്ട് വരെ 78,000 സബ്സിഡി കിട്ടും. ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർക്ക് അവരുടെ കപ്പാസിറ്റി ആൻഡ് കോസ്റ്റ് എങ്ങനെയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? അതിനകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ അജയുടെ വീട്ടിലേക്കാണ് സോളർ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എൻക്വയറി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങളുടെ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ തങ്ങളുടെ വീട്ടിലേക്ക് വരും. ആ വീടിൻ്റെ മൊത്തത്തിലുള്ള ലൊക്കേഷനും മറ്റു കാര്യങ്ങളും നമ്മൾ എടുത്തിട്ട് ഗൂഗിൾ മാപ്പ് വഴി ഗൂഗിൾ ലൊക്കേഷൻ എടുത്ത് നമ്മുടെ എഞ്ചിനീയറിംഗ് ടീമിന് അയക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് ടീം അത് അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആദ്യമായിട്ട് അതിന് കാര്യങ്ങൾക്ക് കടക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഷാഡോ അനലൈസ് ചെയ്യണം. അവിടെ എത്ര ഷാഡോ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള അനാലിസിസ് നമ്മൾ നടത്തും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അറിയില്ല, പല ടൈപ്പ് ഓഫ് റൂഫ്സാണ്. ഫ്ലാറ്റ് റൂഫ് ഉണ്ടാവും, ഷീറ്റ് റൂഫ് ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൂഫ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അതിന് എത്ര കോസ്റ്റ് വരും നമുക്ക് ഇന്ന അഡ്വാൻസ് പറയാൻ പറ്റില്ല. സോ അത് നമ്മുടെ സൈറ്റ് എഞ്ചിനീയറിംഗ് ടീം വന്നത് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എങ്കിലും അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഒരു 2,10,000 റുപ്പീസ് 3 കിലോവാട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒരു 3 കിലോവാട്ട് വിത്തൗട്ട് സബ്സിഡി അല്ലേ പറഞ്ഞ? ഇപ്പോൾ വിത്തൗട്ട് സബ്സിഡിയാണ് തീർച്ചയായിട്ടും. 78,000 ഇതിന് പുറമെ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. വിത്തൗട്ട് സബ്സിഡി 2,10,000 ഉള്ളിൽ നമുക്ക് തീരും ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ എടുക്കാൻ പറ്റും. പിന്നെ വേരിയേഷൻസ് വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂഫിൻ്റെ ഡിഫറൻസ് ടൈപ്പ് ഓഫ് റൂഫാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം വരാം. പിന്നെ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര കിലോവാട്ട് സോളാർ വയ്ക്കണം? അതെ, എത്ര കിലോവാട്ട് സോളാർ വയ്ക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത് ബേസിക്കലി നിങ്ങളുടെ ബില്ല് നമ്മൾ എടുക്കും. $3,500 ബില്ല് വരും. നോർമലി 3,000 രൂപ ബില്ല് വരുന്ന ഒരാളിന് ഒരു 3 കിലോവാട്ട് സിസ്റ്റമാണ് ദാറ്റ് ഈസ് എനഫ്. ശരി. പിന്നെ ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ നിങ്ങളിപ്പോൾ ഇലക്ട്രിക് കാർ മേടിക്കണം, ഇലക്ട്രിക്കൽ ബൈക്ക് മേടിക്കണം എന്നൊക്കെ നിങ്ങൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളതിൽ ഇൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് 5 കിലോവാട്ട് 7 കിലോവാട്ടൊക്കെ മാറാം. അത് നിങ്ങളുടെ റൂഫിൻ്റെ സൈസ്, അവിടെ എത്ര പാനൽ ഇരിക്കുന്ന കപ്പാസിറ്റി ഇരിക്കുന്ന നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ മാറുന്നത്. ഇപ്പോൾ പുതിയ കാലാവസ്ഥയിൽ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് പോലും സോളാറിലേക്ക് മാറ്റുന്നു. അപ്പം സോളാർ വെക്കുന്ന ഒരാൾ പാചക വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ ഒരു 1.5 മാസം ഒരു സാധാരണ വീട് 1 മാസം സിലിണ്ടറാണ്. നിങ്ങൾ ഈ സോളാർ ഇലക്ട്രിക്കൽ കുക്കിങ്ങിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 മാസം 2 മാസത്തേക്ക് സിലിണ്ടർ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ നമുക്കൊരു മണി സേവിങ് ഫാക്ടർ ഉണ്ട്. പിന്നെ എത്ര കിലോവാട്ട് സോളാർ വെക്കണം നമ്മൾ അടിസ്ഥാനമാക്കുന്നത് എപ്പോഴും നിങ്ങളുടെ KSEB ബില്ല് നോക്കിയിട്ടാണ്. ആ ബില്ലിൽ നമുക്കറിയാം മന്ത്ലി ആവറേജ് യൂസിനൊരു കോളമുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് സാർ ഇത്ര കിലോവാട്ട് സാർ വെക്കണം, ഇത്ര കിലോവാട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ബില്ല് 0 ആവും, ഇത്ര കിലോവാട്ട് സിസ്റ്റം ചാർജ് ചെയ്താൽ സാറിന് നാളെ വേണമെങ്കിൽ ഒരു ബൈക്ക് കൂടെ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ കുക്കിങ്ങിലേക്ക് മാറാം എന്നൊക്കെ ഉള്ളത് നമ്മുടെ എഞ്ചിനീയറിംഗ് ടീം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് എഞ്ചിനീയറിംഗ് ടീം അത് ഡിസൈന് ശേഷം ബാക്കിയുള്ള ഒരു എക്സിക്യൂഷൻ എന്നുള്ള രീതിക്കാണ് നമ്മളിത് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. വിജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം സർവീസാണ്. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ സാധനം സ്വർണത്തിന് മുക്കി കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സർവീസ് സപ്പോർട്ട് എങ്ങനെയാണ്? അത് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ഏതാണ്ട് കേരളത്തിൽ 145ഓളം സർവീസ് ടെക്നീഷ്യൻ വരെ നമ്മൾ അലയിച്ചിട്ടുണ്ട്. ശരി. അതായത് ഇവർ ഇത്രയും പേരും ടാറ്റ പവർ സോളാറിൻ്റെ ഡയറക്റ്റ് മോണിറ്ററിങ്ങിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. 14 ജില്ലകളിലായിട്ട് 145ഓളം സർവീസ് ടെക്നീഷ്യന്മാരും ഇവരെ മൊത്തത്തിൽ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ടാറ്റ ടീമിൻ്റെ സെറ്റപ്പ് കൂടെ ഉണ്ട്. ശരി. നമ്മുടെ ഇപ്പോൾ ആവറേജ് ഞങ്ങൾ എടുക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങളുടെ ഒരു ആവറേജ് റെസൊല്യൂഷൻ ടൈം എന്ന് പറയുന്നത് 1.5 വർക്കിംഗ് ഡേയ്സിൽ ഒരു കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ റെസൊല്യൂഷൻ ടൈം എന്ന് ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് പ്രാക്ടിക്കൽ ടൈം എന്ന് പറയുന്നത്. ഇതിനകത്തിലെ കാര്യം കേരളത്തിൽ 55,000 കസ്റ്റമർ ഉണ്ട്. ചെറിയ കസ്റ്റമർ അല്ല, 55,000 കസ്റ്റമർ ഉണ്ട്. ഈ 55,000 കസ്റ്റമറുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 145 പേരുടെ ഒരു ടീം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ കാര്യത്തിൽ സർവീസിൻ്റെ കാര്യത്തിലോ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലോ ഒരു കസ്റ്റമറും പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. സെൻട്രലൈസ്ഡ് ടോൾ ഫ്രീ നമ്പറുണ്ട്. ഡയറക്റ്റ് ടാറ്റ പവർ സോളാറിലേക്ക് വർക്കിംഗ് ടൈമിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി നിങ്ങൾക്ക് വിളിക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിലേക്കുള്ള സെൻട്രലൈസ്ഡ് മെയിൽ ID ഉണ്ട്, മെയിൽ അയച്ചാൽ മതി. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ത് പ്രോബ്ലം ആയാലും അതിന് പരിഹാരം നമ്മൾ ഉണ്ടാക്കി. അത് ടാറ്റ വഴി, അത് ഞങ്ങളല്ല ഇൻസ്റ്റാളേഴ്സ് അല്ല ചെയ്യുന്നത്, പകരം ടാറ്റ ടീം അതിന് വേണ്ടിയുള്ള കേപ്പബിലിറ്റിയുള്ള ടീമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കേരളത്തിൽ തന്നെ 1000ഓളം കമ്പനികൾ ഇപ്പോൾ സോളാറുണ്ട്. ഇതിലെങ്ങനെയാണ് നമ്മുടെ ടാറ്റ പവർ സോളാർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്? എന്തിന് ഞാൻ ടാറ്റ പവർ സോളാർ തിരഞ്ഞെടുക്കണം? അത്രയുള്ള ജോലി.
ടാറ്റ പവർ സോളാർ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചൂസ് ബ്രാൻഡാണ് ഞങ്ങളുടെ എന്നുള്ള ഒന്ന്. അതിനേക്കാളെല്ലാം ഉപരി നമുക്കൊരു സിസ്റ്റമുണ്ട്. നമ്മളൊരിക്കലും കസ്റ്റമറിന് ഡെലിവറി ചെയ്യുന്നത് ഒരു പ്രൊജക്റ്റായിട്ടാണ്. സിസ്റ്റമാണ് നമ്മളൊരു പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. പ്രൊജക്റ്റ് ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ അജയ് നമ്മളോട് മുമ്പേ പറഞ്ഞ പോലെ അജയ് എനിക്കൊരു ഞങ്ങളുടെ ടാറ്റ പവറിലേക്ക് ഒരു എൻക്വയറി നടക്കുന്നു. എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ ടാറ്റ പവറിൻ്റെ ടെക്നിക്കൽ നോളജുള്ള ഒരു സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് വരുന്നു, സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു, അവിടുത്തെ ഗൂഗിൾ ലൊക്കേഷൻ കാര്യങ്ങൾ എടുക്കുന്നു. അത് അപ്പോൾ തന്നെ നമ്മളുടെ ബാക്ക് എൻഡിലുള്ള ടാറ്റ എഞ്ചിനീയറിംഗ് ടീം ഡിവിഷൻ കൊടുക്കുന്നു. എഞ്ചിനീയറിംഗ് ഡിവിഷൻ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അത് നമ്മൾ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഡെലിവറി അടുത്തൊരു സ്റ്റേജിൽ മെറ്റീരിയൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ടാറ്റയിൽ നിന്ന് ഫുൾ സാധനം, അതായത് നമ്മുടെ പാനല്, ഇൻവെർട്ടേഴ്സ്, കേബിൾസ്, ഈവൻ നട്ട്, ബോൾട്ട്, ₹1, ₹2 വരെയുള്ള കേബിൾ ടൈ ഇല്ലേ, ഈ കേബിൾ ടൈ അടക്കം കസ്റ്റമറുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് ടാറ്റ പവർ എത്തിച്ചു. അപ്പം നമ്മുടെ ടെക്നീഷ്യൻ ടീം എന്ത് ചെയ്യും? അവർ വരും. ഇവർ നമ്മുടെ ട്രെയിനിൻ്റെ ടെക്നീഷ്യൻ, ടാറ്റയുടെ ട്രെയിനിങ് കഴിഞ്ഞാൽ ഈ ടെക്നീഷ്യൻ വരും. ഇവരിത് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മളിത് ക്വാളിറ്റിക്കാർക്ക് കൊടുക്കും. ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ടീം വന്നിട്ട് ക്വാളിറ്റി എടുക്കും. ക്വാളിറ്റി എടുക്കുന്നത് വെറുതെ ഒന്ന് ക്വാളിറ്റി എടുക്കില്ല കേട്ടോ. ഇപ്പം നമുക്ക് സാങ്കേതിക വിദ്യ വരെ ഉപയോഗിച്ചിട്ടുള്ള ക്വാളിറ്റി ഇൻസ്പെക്ഷനാണ് നടത്തുന്നത്. ഈ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ ടാറ്റ ഇത് അപ്രൂവ് ചെയ്യും. ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യും. ഈ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലൊരു വാറണ്ടി കാർഡ് ഇടും. ഈ വാറണ്ടി കാർഡ് എന്ന് പറയുന്നത് അടുത്ത 25 years ടാറ്റ പവർ സോളാർ നിങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര എഗ്രിമെൻ്റാണ്, കരാറാണ്. 25 വർഷം ഞാൻ നിങ്ങളുടെ ഫാമിലിയിലായി. തീർച്ചയായും ടാറ്റയുടെ ഫാമിലിയായി. അതിനേക്കാളല്ല ഉപരി ഇനി ആരുണ്ടെങ്കിലും ടാറ്റ ഈ അടുത്ത 25 വർഷം നിലനിൽക്കും. അപ്പോൾ നമ്മുടെയൊക്കെ കാലം പറയാൻ പറ്റില്ല. പക്ഷേ ടാറ്റ പവർ അടുത്ത 25 വർഷം നിൽക്കും. അപ്പോൾ ടാറ്റ പവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ചുരുക്കം ഇതാണ് ടാറ്റ. ഓരോ പ്രോഡക്റ്റും അവിടെ നിങ്ങളൊരു പ്രൊജക്റ്റായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോരോ പ്രോഡക്റ്റും കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് എനിക്ക് ആ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങനെ ഒരു വാറണ്ടി കാർഡ് ഉള്ളിട്ട് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും സിമ്പിൾ. ഇനി വെച്ചാൽ എനർജി സേവിംഗ് ആണ്. ₹0 ആക്കാൻ പറ്റും? അല്ല, നമുക്കത് 0 എന്ന സംഖ്യയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കാരണം എനർജി ചാർജ് എത്രയാണോ അത് ഞങ്ങൾ 0 ആക്കി തരാം. അതായത് ഇപ്പോൾ എനിക്ക് ₹3500, ആ ₹3500 എനിക്കൊരു മീറ്റർ ചാർജ് എനിക്ക് തോന്നുന്നു ₹268. ബാക്കി മുഴുവൻ കുറയും? തീർച്ചയായിട്ടും. ആ 268 നിങ്ങൾ ബാക്കി ചാർജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, 0 ആക്കാൻ പറ്റും. ഇനി ആദ്യം പൈസ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് KSB കൊടുത്താൽ അതിന് ഉള്ള പൈസ പ്രത്യേകം KSB തിരിച്ചരുകയും ചെയ്യും. അതാണ് അഡ്വാൻറ്റേജ്. ഇന്ന് ഏത് സാധനം ഒരു ടൈൽ കടയിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നത് ഇതിന് ലോണിൽ കിട്ടുമോ എന്നുള്ളത് ചോദിക്കണേ. നമുക്കിത് ലോൺ അവൈലബിലിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ലോൺ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ടാറ്റ പവർ സോളാർ, SBI, അതുപോലെ തന്നെ കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകളുമായിട്ട് നമ്മൾ ലോൺ ടൈപ്പിലാണ്. ശരി. നമുക്ക് ശരാശരി ₹1 ലക്ഷം ലോൺ എടുക്കുന്ന ഒരാളിന് 6% പലിശ നിരക്ക് കിട്ടും. അത് വളരെ ചെറിയ പലിശ. അതിനേക്കാൾ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കസ്റ്റമറിന് ശരാശരി 10 വർഷം വരെ കാലാവധിയിൽ ലോൺ കിട്ടും. ഇനി വേറൊരു അഡ്വാൻറ്റേജ്, നിങ്ങളുടെ സിബിൽ സ്കോർ 700 and above ആണെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് എനി ഡോക്യുമെൻറ്റേഷൻ, ഒരു ഡോക്യുമെൻറ്റും വേണ്ട, ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ കൊടുക്കാതെ PMRVയുടെ പോർട്ടലിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തത് ഡയറക്റ്റ് ബാങ്കോട്ട് ലിങ്ക്ഡ് ആണ്. ഈ സോഫ്റ്റ്വെയർ നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയി അതുവഴി നമുക്ക് ലോൺ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാങ്കിലേക്ക് കിട്ടും. EMI ഒക്കെ വരുമ്പോഴത്തേക്ക് EMI നമുക്ക് തീരുമാനിച്ചാൽ മതി. എത്ര നമുക്ക് അപ് ടു 10 years വരെ ഉണ്ടല്ലോ. അതായത് 10 വർഷം ലോൺ എടുക്കുന്ന ഒരാളിന് ₹1 ലക്ഷം രൂപയ്ക്ക് ₹1100 വരത്തുള്ളൂ. അത്രേ വരത്തുള്ളൂ. അപ്പം നമുക്ക് ലോൺ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ അട്രാക്റ്റീവാണ്, ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. ഇതിനേക്കാളെല്ലാം ഉപരി നമ്മൾ ടാറ്റ പവർ സോളാർ ഈ ബാങ്കുകൾ ടൈപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ പ്രോസസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് വിത്തിൻ അവേഴ്സ് വേണമെങ്കിൽ മതി എന്ന് പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ PM സൂര്യകറിൻ്റെ ഇതിനി നമ്മളിത് മാത്രമല്ലോ ചെയ്യുന്നത്, അതായത് ഹ്യൂജ് ആയിട്ടുള്ള കൊമേഴ്ഷ്യലിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴും നമുക്കിത് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. ഇപ്പം SBI പോലുള്ള ബാങ്കുകളുമായിട്ട് നമ്മൾ ടൈപ്പിലാണ്, ടാറ്റ പവർ സോളാർ ടൈപ്പിലാണ്. നമുക്ക് ഏത് സോളാർ പ്ലാന്റുകൾക്കും ഇപ്പം നമുക്ക് ലോൺ കിട്ടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഡൊമസ്റ്റിക്കിൽ മാത്രം അപ് ടു 2 lakh വരെയുള്ള ലോണിനാണ് നമ്മൾ 6% ഇൻട്രസ്റ്റ് വരുന്നത്. ബാക്കിയുള്ളതിന് കൊമേഴ്സ്യലിലേക്ക് വരും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചെറിയ മാറ്റം ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഇതിന് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ക്വാളിറ്റിയെക്കുറിച്ച്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് നമ്മുടെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മളത് ഇത് ചെയ്യുന്നത്? നമ്മുടെ ഒരു ടാറ്റ പവർ സോളാറിൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കത്തിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സിസ്റ്റത്തിന് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ ടാറ്റ തരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ തുടങ്ങാം. സ്ട്രക്ചർ ചെയ്യണമെങ്കിൽ സ്ട്രക്ചറിൻ്റെ ഡിസൈൻ ടാറ്റ പവർ എഞ്ചിനീയറിംഗ് ടീം അപ്രൂവ് ചെയ്തിരിക്കണം. അത് 150 km/h കാറ്റിനെ പോലും വിസ്റ്റാനിയ ടൈപ്പ് ഓഫ്
സ്ട്രക്ചർ ആയിരിക്കും. അത് വിൻലോഡ് 150 കിലോമീറ്റർ അത്രയും കപ്പാസിറ്റി ഉള്ള സ്ട്രക്ചറാണ് ടാറ്റ എഞ്ചിനീയറിംഗ് ടീം അപ്രൂവ് ചെയ്യുന്നത്. അതിന് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഇന്നതായിരിക്കണം, അതിന്റെ സൈസ് ഇന്നതാണ്, അതിന്റെ ഡിസൈൻ ഇന്നതാണ്, അതിന്റെ താഴെ കാലുകൾ എങ്ങനെ കോൺക്രീറ്റ് ചെയ്യണം, ഇതുവരെ നമുക്ക് എഞ്ചിനീയറിംഗ് ടീം തന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു കസ്റ്റമർ ആണെങ്കിൽ മാറ്റി ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു കാരണം നമുക്ക് കേരളം മൊത്തം ഒരേ യൂണിഫോമാലിറ്റിയാണ് ഇത്. ഇനി വേറെ കാര്യം നിങ്ങൾക്കറിയോ, ഇനി വന്നിട്ട് ഒരു സൈറ്റിലെ 16 ഫോട്ടോ എടുക്കും. ഈ 16 ഫോട്ടോയും AI സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ നമ്മുടെ പുതിയ AI-യുടെ കാലമാണ്. ഈ AI-യുടെ കാലത്തുള്ള ഈ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ ഫോട്ടോ എടുത്തു. ബോൾട്ടിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞത് നേരെ മൊബൈൽ ആപ്പ് വഴി അപ്ലോഡ് ചെയ്ത് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ AI പറയും ഈ ബോൾട്ട് മുറിയിട്ടുണ്ടോ ഇല്ലെന്ന് പറയും. അപ്പം മുറിയിട്ടില്ലെങ്കിൽ വളരെ പണിയുന്നു, നമ്മൾ ആ ബോൾട്ട് അഴിച്ച് മുറുക്കി വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം അങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ടാറ്റ വളരെ വളരെ ആ ഡെപ്തിൽ ഇറങ്ങിച്ചെല്ലുന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി അക്രോസ് ദ കേരള അല്ലെങ്കിൽ അക്രോസ് ദ ഇന്ത്യ ഒരേ നിലവാരത്തിലായിരിക്കും, ഒരു ക്വാളിറ്റി ആയിരിക്കും. ഇത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഈ സാങ്കേതിക വിദ്യകൾ ഞാൻ പറഞ്ഞില്ല അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി കാർഡ് ഇഷ്യൂ ശരി മനസ്സിലായി. പിന്നീടാണ് ഈ 25 വർഷത്തെ ആദ്യം പറഞ്ഞു വരുന്നത് 25 years റിലേഷൻ വിത്ത് യു ആൻഡ് ടാറ്റ പവർ വരുന്നത്. ഇനി നമ്മുടെ ടാറ്റ പവർ സോളാർ നെറ്റ്വർക്കാണ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. കേരളത്തിൽ 14 ജില്ലകളിലായിട്ട് ടാറ്റ പവർ സോളാറിന് 120 മുകളിൽ ഓതറൈസ്ഡ് പാർട്ട്നേഴ്സ് ഉണ്ട്. അവരാണ് കേരളത്തിലെ മൊത്തം ബിസിനസ്സിന് ഡീൽ ചെയ്യുന്നത്. ഇതിനകത്തിൽ നമുക്കൊരു സെൻട്രലൈസ്ഡ് ടീമുണ്ട്. ആ സെൻട്രലൈസ്ഡ് ടീമാണ് ഇതിനെ ഫുള്ളി മാനേജ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് സർവീസും നെറ്റ്വർക്കും അതുപോലെ സെയിൽസ് നെറ്റ്വർക്കും എല്ലാം വളരെ വിപുലമായ ഒരു സംവിധാനം കേരളത്തിൽ മൊത്തത്തിലുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു ഇത് എൻക്വയറി ഇട്ടു, എനിക്കൊരു എത്ര മണിക്കൂർ കൊണ്ട് റെസ്പോൺസ് കിട്ടും? തീർച്ചയായിട്ടും നിങ്ങളൊരു എൻക്വയറി വന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നു, നമുക്കൊരു CRM സോഫ്റ്റ്വെയർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു എൻക്വയറി കിട്ടിയാൽ വിത്തിൻ 24 hours അതിന് റെസ്പോണ്ട് ചെയ്തിരിക്കും, ഉറപ്പാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ടാറ്റ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യഥാർത്ഥത്തിൽ വരുന്ന ടാറ്റ പവർ സോളാറിൻ്റെ ഒരു ഡിഫറെൻറ്റ് എൻറ്റിറ്റിയാണ് ടാറ്റ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിൻ്റെ അല്ലേ. എല്ലാ തരത്തിലും ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പാകത്തിനുള്ള അവരുടെ എല്ലാ തരത്തിലുള്ള അവരുടെ സർവീസ് പാർട്ടും ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനം, അതാണ് ടാറ്റ പവർ സോളാർ. ഞാൻ വിശ്വസിച്ചോട്ടെ. തീർച്ചയായും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് കേരളത്തിൽ എല്ലായിടത്തും അതിൻ്റെ സർവീസും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.